നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ജൂലൈ മാസം 11-ാം തീയതി 1101-ാം ആണ്ട് മിഥുനമാസം 27-ാം തീയതി ശനിയാഴ്ച. ഇന്ന് ശനിയാഴ്ചയാണ്. കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രം ശുഭനക്ഷത്രമല്ല. അതുപോലെ കാർത്തിക നക്ഷത്രം ശനിയാഴ്ച ഇന്ന് അത്ര കണ്ട് ഗുണപ്രദമായ ദിവസമല്ല. അതുകൊണ്ട് ശുഭകാര്യങ്ങളാകിലും ശനി എന്ന് പറയുമ്പോൾ ശനിയെ വിളിക്കുന്നത് തന്നെ മന്ദൻ എന്നാണ്. മായ എന്ന അക്ഷരം കൊണ്ടാണ്. മന്ദൻ എന്ന് പറയുമ്പോൾ പതുക്കെ സഞ്ചരിക്കുന്നവൻ ശനി. ശനി എല്ലാ കാര്യങ്ങളെയും പതുക്കെ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ ശനിയുടെ ബന്ധം നിൽക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം. ശനിയെ എത്രത്തോളം പ്രീതിപ്പെടുത്തി കൊണ്ടുപോകാമോ അത്രയും പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. ശനിദേവൻ തരും പോലെ ഒരു ഗ്രഹം തരത്തില്ല. ശനി ഒരാളിനെ ബുദ്ധിമുട്ടിക്കുന്നത് പോലെ ഒരു ഗ്രഹം ബുദ്ധിമുട്ടിക്കില്ല. അപ്പോൾ ശനിയെ പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. ഇന്ന് ശനിയുടെ ബന്ധം നിൽക്കുന്ന കാലഘട്ടമാണ്. ശനിയെ നമുക്ക് അത്രയ്ക്ക് പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. ആകിലും പ്രീതിപ്പെടുത്തുക എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നമ്മൾ ശുഭകാര്യങ്ങൾ ഇന്നത്തെ ദിവസം ആകിലും ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്യുന്നെങ്കിൽ തന്നെ ശനിയെ പ്രീതിപ്പെടുത്തി കൊണ്ട് വേണം ചെയ്യാൻ. അതുപോലെ മിഥുന മാസത്തിലെ കാർത്തിക നക്ഷത്രം ബർത്ത്ഡേറ്റ് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷപ്രദമായ ഒരു വർഷമല്ല. പലതരത്തിലുള്ള വിഷമാവസ്ഥകളെ കൊടുക്കുന്ന ഒരു വർഷം തന്നെയാണ്. പുരോഗതിയെ കൊടുക്കുന്ന ഒരു വർഷമല്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടാവും, കാര്യങ്ങൾ തടസ്സപ്പെടും, മാനസിക അസ്വസ്ഥത വരും, ശത്രുഭയം ഉണ്ടാവും. ഇങ്ങനെ നമുക്ക് കാര്യങ്ങളെ തടസ്സപ്പെടുത്തി നമ്മൾ പ്രതീക്ഷിക്കുന്ന വേഗത്തിൽ കാര്യങ്ങൾ നടക്കാതെ ആവും. അപ്പോൾ നമ്മൾ അധ്വാനത്തിനനുസരിച്ച് ഫലം കിട്ടാതെ വരും. അതുകൊണ്ട് ശനിയെ മാക്സിമം പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുകയും ശനി വ്രതം നോക്കുകയും രാവിലെ എണീറ്റ് സൂര്യഭഗവാനെ തൊഴുകയും ശനീശ്വര യന്ത്രം ദേഹരക്ഷയായി ധരിക്കുകയും ഒക്കെ ചെയ്തു പോകുമ്പോൾ ഈ ദോഷത്തിൽ നിന്ന് നമുക്ക് അതിജീവിച്ച് പോകാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം അത്ര അനുകൂലപ്രദമായ ദിവസമല്ല. അപ്പോൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. കാരണം ഒന്നാമത് നല്ല ദിവസമല്ല. അപ്പോൾ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാലം നോക്കി യാത്ര തിരിക്കണം. 9 മണി മുതൽ 10:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാഹുകാല സമയം വരുന്നത് 9:22 തൊട്ട് 10:56 വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ രാഹുകാലം കലണ്ടറിൽ ഇട്ടിക്കുന്ന സമയമല്ല. അതുകൊണ്ടാണ് ഞാൻ സമയം പറഞ്ഞു തരണേ. അതുപോലെ ഒരു കാര്യത്തിനും കൊള്ളാത്ത 2 സമയങ്ങളാണ് ഗുളികനും യമകണ്ഠനും. ഒന്നാമത് ശനി. അതിൽ അവരുടെ ഇടയിൽ ചെന്ന് പെടാതിരിക്കുക, അവരുടെ പ്രകാശം പതിക്കാതിരിക്കുക. ഗുളികകാല സമയം വരുന്നത് തന്നെ 6:14 തൊട്ട് 7:48 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 2:04 തൊട്ട് 3:38 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമല്ല. ഒരു ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമായ സമയമല്ല. അതുപോലെ ഇന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ മാത്രം അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണം. അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 12:06 തൊട്ട് 12:54 വരെ 48 നേരമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. അഭിജിത്ത് മുഹൂർത്ത സമയം ശുഭകാര്യങ്ങൾക്കെല്ലാം അനുകൂലപ്രദമായ സമയമാണ്. അപ്പം നമുക്ക് എന്ത് ദോഷത്തെയും മാറ്റി നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ, ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റൂല എന്ന അവസ്ഥ വരികയാണെങ്കിൽ ഭയക്കണ്ട, അഭിജിത്ത് മുഹൂർത്തം നമുക്ക് തീർക്കാം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. കറുത്ത വസ്ത്രമോ
അതുപോലെ കറുത്ത വസ്ത്രം ധരിക്കുന്നത് വളരെ ഭാഗ്യദായകം. കറുത്ത വസ്ത്രവും നീല വസ്ത്രമോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും കറുത്ത തുണി, നീല തുണി കരുതുക. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.